കിടന്നുറങ്ങാം. കൃഷ്ണ. ജയ രാധാ മാധവ. जय राधा माधव जय कुंज विहारी। जय राधा माधव जय कुंज विहारी। जय गोपी जन वल्लभा जय गिरिवरधारी। जय गोपी जन वल्लभा जय गिरिवरधारी। यशोदनंदन व्रज जन रंजन यशोदनंदन व्रज जन रंजन यमुन तीरावनचारी। जय कुंज विहारी। जय राधा माधव जय कुंज विहारी। जय राधा माधव जय कुंज विहारी। हरे कृष्णा कृष्ण कृष्णा हरे 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 रामा राम राम हरे हरे। हरे कृष्णा. ഹരിബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു മോളെ. ഓം നമോ ഭഗവതി വാസുദേവായ. മംഗളാചരണം ചൊല്ലാം. ഓമജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോन् വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാन् സാഗണലളിത ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരേ പ്രിയേ. വാഞ്ചാകൽപതരൂപേഷ്യ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. हरे कृष्ण. എല്ലാവർക്കും ധന്യവാദ് പ്രണാം. നമ്മള് ഭഗവാന്റെയും ഗുരുവിന്റെയും അനുഗ്രഹത്താൽ പുതിയൊരു സത്സംഗം കൂടി ആരംഭിക്കുകയാണ്. ഞാന് ഇന്ന് ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷൻ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊല്ലം ക്ലാസ്സിൽ എടുത്തു. അപ്പൊ ഇന്ന് നമുക്ക് ഒന്നാമത്തെ അധ്യായം, കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒരു ഓവർവ്യൂ ആയിട്ട് നോക്കി പോകാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. അതിനു മുന്നേ നമുക്ക് ഗീത മഹാത്മ്യം ചൊല്ലണം. അതുപോലെ നമുക്ക് ഇന്നലെ ഏകാദശിയാണ്, ഏകാദശിയുടെ മഹാത്മ്യത്തെ കുറിച്ചും പറയാം. നമ്മുടെ എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു. അതുപോലെ ശിക്ഷാഗുരുവിനെയും ദീക്ഷാഗുരുവിനെയും സീനിയർ വൈഷ്ണവരെയും എല്ലാവരുടെയും പാദ നമസ്കാരം ചെയ്യുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്താല് ഈ ഒരു സത്സംഗം നന്നായി മംഗളകരമായിട്ട് അവസാനിക്കാനായിട്ട് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അതുപോലെ ശ്രേഷ്ഠ വൈഷ്ണവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം, എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന്
ഇന്ദിര ഏകാദശിയാണ്. ഇന്ദിര ഏകാദശി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 17 സെപ്റ്റംബർ മുതൽ ഒക്ടോബർ 2 വരേക്കും ആ ഒരു ദിവസം വരെയും പിതൃപക്ഷം എന്ന് അറിയപ്പെടുന്നു പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഈ പിതൃപക്ഷത്തിൽ വരുന്ന ഒരു ഏകാദശിയാണ് ഇന്ദിര ഏകാദശി. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ഭഗവാൻ കൃഷ്ണൻ തന്നെ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് അത്. മഹിഷ്മതി എന്ന രാജ്യത്ത് ഇന്ദ്രസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ധാർമ്മികനും അതുപോലെ തന്നെ എല്ലാ ഏകാദശി വ്രതങ്ങളും ഒക്കെയും അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ദ്രസേന രാജാവ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നാരദ മുനി അവിടേക്ക് വരാനിടയാകും. ആ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം ഗഗനചാരിയായി പോവുകയാണ്. ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഒരു രാജ്യത്ത് മഹിഷ്മതിയിലേക്ക് വരും. മഹിഷ്മതിയിലേക്ക് വന്നിട്ട് ഇന്ദ്രസേനോട് കുശലമെല്ലാം ചോദിക്കും. എല്ലാം ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് പറയും, ഇദ്ദേഹത്തിന്റെ അച്ഛനെ ഞാൻ ഒരിക്കൽ യമപുരിയിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് കാണുകയുണ്ടായി. അന്ന് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഇവിടെ എനിക്ക് കുറച്ച് നരകയാതന അനുഭവിക്കേണ്ടി വരുന്നു. കാരണം ഞാൻ ഒരു ഏകാദശി വിട്ടുപോയി. ആ ഒരു ഏകാദശിയുടെ ഫലം എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നരകയാതന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എനിക്ക് തിരിച്ച് ആ ഒരു സ്വർഗലോകത്തേക്ക് പോകണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്റെ മകനോട് ഈ ഒരു ഏകാദശി, ഈ പിതൃപക്ഷത്തിലെ ഏകാദശി നോക്കാനായിട്ട് പറയണം എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹത്തോട് പറയും. അങ്ങനെ നാരദര് ഇന്ദ്രസേനോട് അതേക്കുറിച്ച് പറയും. ഇന്ദ്രസേനൻ എങ്ങനെയാണ് ഈ ഏകാദശി നോക്കേണ്ടതെന്ന് ചോദിക്കും. വ്രതമനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ആ ഒരു ഗുരുവിന്റെ അനുഗ്രഹത്താല്, അദ്ദേഹത്തിന്റെ നിർദ്ദേശത്താല് അങ്ങനെ ഈ ഒരു ഏകാദശി അനുഷ്ഠിക്കും. ഈ ഏകാദശി അനുഷ്ഠിച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടതെന്നല്ലേ. അപ്പൊ ഈ ഒരു ഏകാദശി ഇന്ദ്രസേന രാജാവ് അനുഷ്ഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ അതുപോലെ സ്വർഗലോകത്തേക്ക് യാത്രയാകും. ആ നരകയാതനയൊക്കെ വിട്ട് അതിനുശേഷം അദ്ദേഹം യാത്രയാകും. അതുപോലെ തന്നെ ഇന്ദ്രസേന രാജാവിനും അദ്ദേഹത്തിന് കുറെ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിക്കും. അദ്ദേഹത്തിന്റെ മകനെ അവിടെ രാജ്യാവകാശിയായി, കിരീടാവകാശിയായി നിയമിക്കും. അതിനുശേഷം ഇന്ദ്രസേന രാജാവിനും അദ്ദേഹം അനുഷ്ഠിച്ച എല്ലാ ഏകാദശിയുടെയും മാഹാത്മ്യത്താല്, അതിന്റെ എല്ലാം പുണ്യത്താല് അദ്ദേഹത്തിന് സ്വർഗലോകത്തിലേക്ക് തന്നെ പോകാനായിട്ട് കഴിയും. അതാണ് പിതൃപക്ഷത്തിലെ അശ്വിനി മാസമാണ് ഈ ഒരു മാസത്തില് കൃഷ്ണപക്ഷത്തില് ഇന്ദിര ഏകാദശിയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് ഇനി ഗീതാ മാഹാത്മ്യം നോക്കാം. ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഏകാദശി അനുഷ്ഠിക്കുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ലായിരുന്നു ഏകാദശിക്ക് ഒരു ദിവസം ലീവ് എടുത്തു കളയാം, ഈ എല്ലാ ഏകാദശിയും നോക്കുന്നതാണല്ലോ, ഇന്നെടുക്കണ്ട എന്ന് വിചാരിച്ചവർക്കൊക്കെയും ധാരാളം അശ്വമേധ യോഗം ചെയ്യുന്നതിന്റെയും യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെയും ഒക്കെ ഫലമാണ് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ പിതൃക്കൾക്ക് എല്ലാവർക്കും തന്നെ ഇതുകൊണ്ട് ഒരു ഗുണഫലം ഉണ്ടാകും. നമുക്കൊക്കെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ അതിനു മുന്നേ ഉള്ളവര് ഒക്കെ, നമ്മുടെ മുൻ ജന്മത്തിലുള്ളവരുടെ ഒക്കെയും ശാപം, നമുക്ക് ഉള്ള പിതൃദോഷങ്ങൾ ഒക്കെ അകറ്റാനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ലോകത്തിലും നമുക്ക് ഉള്ള നരകയാതനകൾ, ഭൗതിക ലോകത്തിൽ തന്നെ നമ്മൾ ധാരാളം നരകയാതനകൾ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെയും നമുക്ക് ഇല്ലാണ്ടാവാനായിട്ട് ഈ ഒരു ഏകാദശി നമ്മളെ സഹായിക്കും. അടുത്ത നമുക്ക് ഗീതാ മഹാത്മ്യം ചൊല്ലിയിട്ട് ഗീതയിലോട്ട് കടക്കാം. നമോ ഭഗവതേ വാസുദേവായ. ഗീതാശാസ്ത്രമിദം പുണ്യം യപ്പടേത് പ്രയത പുമാൻ വിഷ്ണു പദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മകൃതാനി ച. മലിനീമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃദ്ഗീതാമൃത സ്നാനം സംസാരമലനാശനം. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരേ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃതാ. ഭാരതാമൃത സർവസ്വം വിഷ്ണുവക്ത്രാദ്വിനിസൃതം. ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദനഃ. പാർത്ഥോ വത്സാ സുധീർഭോക്താ ദുക്തം ഗീതാമൃതം മഹത്. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ. ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ.
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമുക്ക് ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷൻ കഥ ഒക്കെ എല്ലാവർക്കും അറിയാം. കുരുവംശത്തെ കുറിച്ചും അതുപോലെ കൗരവർ എന്ന് പറയുമ്പോൾ പാണ്ഡവരും, നമ്മൾ പാണ്ഡുവിന്റെ മക്കളെ പാണ്ഡവർ എന്ന് പറയുന്നു. പക്ഷെ പാണ്ഡവർക്കും അവകാശപ്പെട്ട വംശമാണ് എന്ത്? കൗരവ വംശം അല്ലെ? കുരുവംശം അവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ അവരും കൗരവർ എന്ന് തന്നെയാണ് പാണ്ഡവരും അറിയപ്പെടേണ്ടത്. പക്ഷേ അധാർമികമായിട്ടുള്ള ചില കാരണങ്ങളാൽ അവർ പാണ്ഡവർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി അല്ലെ? അപ്പോ കുരുവംശത്തിന്റെ ചരിത്രം നമ്മൾ കുറച്ച് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ശന്തനുവിന്റെയും അതുപോലെ തന്നെ ഗംഗാദേവിയുടെയും കഥ, അതുപോലെ ശന്തനുവിന്റെയും സത്യവതിയുടെയും കഥ ഒക്കെ നമുക്ക് പരിചിതമാണ് അല്ലെ? അപ്പോ അതിനും ഒക്കെ മുന്നേ നമുക്ക് കുരുവിന്റെ കഥ നോക്കിയാല് സാവരൻ എന്ന് പറയുന്ന ഒരു രാജാവ്, സാവരൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഹസ്തിനപുരിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു പെൺകുട്ടിയെ കാണാനിടയാകും, ഒരു കന്യക. ഈ കന്യകയെ കാണുമ്പോൾ അദ്ദേഹം വളരെ ആകൃഷ്ടനാകും. അങ്ങനെ ആകൃഷ്ടനായിട്ട് ആ പെൺകുട്ടിയോട് വിവാഹ അഭ്യർത്ഥന നടത്തും. വിവാഹ അഭ്യർത്ഥന നടത്തുന്ന സമയത്ത് ആ കുട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷയായിട്ട് പിന്നീട് സാവരൻ ആ ഒരു പർവ്വതത്തിന്റെ മുകളിൽ തന്നെ ഇരുന്ന് കരയാനും വിഷമിക്കാനും ഒക്കെ തുടങ്ങും. അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷയാകും. അങ്ങനെ അദ്ദേഹത്തോട് പറയും, ഞാന് സൂര്യദേവന്റെ പുത്രിയാണ്, എൻ്റെ പേര് തപ്തി എന്നാണ്. ഒരു കാര്യം ചെയ്യുക, സൂര്യദേവനെ സംപ്രീതനാക്കുക, അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞ് വിവാഹം നടത്തി തരാനായിട്ട് അഭ്യർത്ഥിക്കുക എന്ന് പറയും. അങ്ങനെ സാവരൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് വീണ്ടും സൂര്യദേവനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങും, തപസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കുറേ കാലത്തെ തപശ്ചര്യയ്ക്ക് ശേഷം സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ട് അങ്ങനെ തപ്തി വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകും. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വിവാഹം കഴിഞ്ഞ് സാവരനും അതുപോലെ തപ്തിക്കും ഉണ്ടാകുന്ന കുട്ടിയാണ് കുരു. അപ്പൊ നമുക്ക് ആ കുരു വംശത്തിൽപ്പെട്ട അവരാണ് ഇവരെല്ലാവരും തന്നെ. ഇനി പറയുന്ന പരമ്പരയിൽപ്പെട്ട നമുക്ക് അറിയുന്ന കൗരവരും പാണ്ഡവരും. അതുപോലെ ഇവിടെ കുരുക്ഷേത്രത്തെ കുറിച്ച് പറയുന്നു. കുരു എന്ന രാജാവ് വളരെ ധാർമ്മികനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുരുക്ഷേത്രം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ഒരു ഇത് നോക്കിക്കഴിഞ്ഞാല് എത്ര ശ്ലോകങ്ങളാണ് ചൊല്ലിയത്, അല്ലെങ്കിൽ ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഭഗവത്ഗീത എവിടെ നിന്ന് എടുത്തതാണ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പറയാമോ എല്ലാവരും? ഭഗവത്ഗീത എന്നത് നമ്മുടെ ഏത് ഇതിഹാസത്തിന്റെ ഭാഗമാണ്? മഹാഭാരതത്തിന്റെ ഭാഗമാണ്. ഇനി ഏത് പർവ്വമാണ് മഹാഭാരതത്തിലെ? ഭീഷ്മപർവം. 18 പർവ്വങ്ങളുണ്ട് മഹാഭാരതത്തില്. 18 പർവ്വങ്ങളുണ്ട്. അതില് ഭീഷ്മപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഭീഷ്മപർവത്തില്? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്? 23 മുതൽ 40 വരെയുള്ള ചാപ്റ്റേഴ്സ്, അധ്യായങ്ങളാണ് നമുക്ക് ഭഗവത്ഗീത. ഭഗവത്ഗീതയില് ആരെല്ലാമാണ് സംസാരിക്കുന്നത്? ധൃതരാഷ്ട്രൻ, സഞ്ജയൻ, അർജുനൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലെ? അപ്പൊ 4 പേരാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പോ ഓരോരുത്തരും പറയുമ്പോഴ് ഒരു ഗീതയിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 700 ശ്ലോകം. എത്ര അധ്യായങ്ങളുണ്ട്? 18 അധ്യായങ്ങളുണ്ട്. 700 ശ്ലോകങ്ങള് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര വീതം ശ്ലോകങ്ങൾ ആരൊക്കെ പറഞ്ഞു എന്നുള്ളത് അല്ലെ? അതും എല്ലാവർക്കും അറിയാമായിരിക്കും. എത്ര ശ്ലോകങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട്? അതില് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 574. ധൃതരാഷ്ട്ര ഒരു ശ്ലോകം, പിന്നെ സഞ്ജയൻ 41 ശ്ലോകം, പിന്നെ അർജുനൻ 84 ശ്ലോകം. കറക്റ്റ് ആണോ അറിയാം? അർജുനൻ 84 ശ്ലോകം. അതിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് ചിലർക്ക്
575 ശ്ലോകമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതും അർജുനൻ പറഞ്ഞിരിക്കുന്നത് 83 പറയുന്നുണ്ട്. ചിലയിടത്ത് 84 പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. അതൊരു ചെറിയൊരു അത് വരുന്നത് വ്യത്യാസം. ഹരേ കൃഷ്ണ. പിന്നെ നമുക്ക് കഥകളൊക്കെയും അറിയാം. ശന്തനുവിന്റെയും ഗംഗാദേവിയുടെയും കഥ അറിയാം. ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയോട് ഒരു ഇഷ്ടം തോന്നിയിട്ട് അവരെ വിവാഹം കഴിക്കുകയും പിന്നീട് 8 കുഞ്ഞുങ്ങൾ അഷ്ടവസുവരുടെ കുട്ടികളായിട്ട് വരികയും അവരുടെ ഗംഗാദേവിയുടെ കണ്ടീഷൻ അനുസരിച്ച് 7 കുഞ്ഞുങ്ങളെയും ഗംഗാനദിയിൽ ഒഴുക്കി ഇടുകയും 8ാമത്തെ കുട്ടിയെ ഒഴുക്കി വിടുന്ന സമയത്ത് ശന്തനു മഹാരാജാവ് സമ്മതിക്കാതിരിക്കുന്നു. ആ കുട്ടിയെ ദേവവ്രതൻ എന്ന പേരിൽ വളർത്തുന്നു. അത് പിന്നീട് നമുക്കറിയുന്ന ഭീഷ്മാചാര്യനായി വരുന്നു അല്ലെ. പിന്നീട് ശന്തനു സത്യവതിയിൽ അനുരാഗയുക്തനാകുന്നു. പിന്നീട് സത്യവതിയിൽ 2 കുട്ടികൾ ഉണ്ടാകുന്നു. അത് ചിത്രാംഗതനും വിചിത്രവീര്യനും. അവർ വിവാഹം കഴിക്കുന്നത് അംബാലിക. അംബ പിന്നീട് തിരിച്ചു പോകുന്നു അല്ലെ. അംബയെയും ഭീഷ്മർ കൊണ്ടുവരുന്നെങ്കിൽ അംബ തിരിച്ചു പോകുന്നു. പിന്നീട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ കുരുവംശത്തിന്റെ മുന്നോട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവിടെ സിംഹാസനത്തിന് അവകാശികളില്ലാത്തത് കാരണം സത്യവതി തന്റെ മുന്നേ ഉള്ള പരാശര മുനിയിലുണ്ടായ കുട്ടിയായ വ്യാസദേവനോട് അഭ്യർത്ഥിച്ച് തന്റെ നിയോഗത്താൽ പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. അതാണ് അംബികയില് ധൃതരാഷ്ട്രരും അതുപോലെ അംബാലികയില് പാണ്ഡുവും ജനിക്കുന്നു അല്ലെ. ഇതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അപ്പോ പാണ്ഡു മഹാരാജാവ് പിന്നീട് കുന്തി ദേവിയെ വിവാഹം കഴിക്കുന്നു. അതുപോലെ മാദ്രിയെയും വിവാഹം കഴിക്കുന്നു. 2 പേര്. അതിൽ കുന്തി ദേവിക്ക് 3 പുത്രന്മാരും അതുപോലെ മാദ്രി ദേവിക്ക് 2 പുത്രന്മാരും. യുധിഷ്ഠിരൻ അതുപോലെ ഭീമസേനൻ അർജുനൻ ഇത് 3 പേരും കുന്തി ദേവിയുടെ പുത്രന്മാർ. അതുപോലെ 2 പേർ മാദ്രിയുടെ പുത്രന്മാര് നകുലനും സഹദേവനും. പിന്നെ ഇവരുടെ എല്ലാം അച്ഛനൊക്കെ നമുക്ക് അതിന്റെ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. യുധിഷ്ഠിരന്റെ അച്ഛൻ ആരാണ്? ധർമ്മരാജാവ് അല്ലെങ്കിൽ യമരാജാവ്. ഭീമസേനന്റെ പിതാവ് എന്ന് പറയുന്നത് വായുദേവൻ. അതുപോലെ അർജുനന്റെ പിതാവ് ഇന്ദ്രദേവൻ. പിന്നീട് നകുല ആൻഡ് സഹദേവ ആരാണ്? അവരുടെ അച്ഛൻ വന്നത് അശ്വിനി കുമാരന്മാർ. അതുപോലെയാണ് ധൃതരാഷ്ട്രര് ഗാന്ധാരി വിവാഹം കഴിക്കുന്നു. അതില് 100 പുത്രന്മാരും അതുപോലെ ഒരു പുത്രി ദുശ്ശള എന്ന ഒരു പുത്രിയും ജനിക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വരുന്നത്. ഇനി നമ്മൾ 1ാമത്തെ ശ്ലോകം തന്നെ ധൃതരാഷ്ട്രർ പറയുന്നതാണ്. ഇവിടെ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് വരുമ്പോൾ 1ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്നാണ് നമുക്ക് പ്രഭാതര് ഈ ഒരു അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 18 അധ്യായങ്ങൾക്ക് പേര് കൊടുത്തത് ശ്രീല ശങ്കരാചാര്യരാണ് ആദ്യം ഈ അധ്യായങ്ങൾക്കെല്ലാം പേര് കൊടുത്തത്. അപ്പൊ അതില് നമ്മൾ പറയുമ്പോൾ അഥ പ്രഥമോധ്യായ അർജുന വിഷാദ യോഗ എന്ന് പറയും അല്ലെ. ആ അർജുന വിഷാദ യോഗ എന്ന പേരാണ് ശ്രീല ശങ്കരാചാര്യർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ശ്രീല പ്രഭാതർ കൊടുത്തിരിക്കുന്ന പേരാണ് കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ 2 പേരുകൾ കൊടുത്തത് എന്ന് വെച്ചാല് നമുക്കിവിടെ 46 അധ്യായങ്ങളാണ് 46 ശ്ലോകങ്ങളാണ് 1ാമത്തെ അധ്യായത്തിലുള്ളത്. അതിലെ ആദ്യത്തെ 26 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് സൈന്യ നിരീക്ഷണത്തെ കുറിച്ചാണ്. പാണ്ഡവരുടെയും അതുപോലെ കൗരവരുടെയും സൈന്യം 2 ഭാഗത്തായിട്ട് നിരന്നു നിൽക്കുന്നു. അതേക്കുറിച്ച് അതിന്റെ നിരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഒരു പകുതിയോളം അധ്യായം സൈന്യ നിരീക്ഷണമാണ്. അപ്പൊ അതിനനുസരിച്ചാണ് പ്രഭാതര് സൈന്യ നിരീക്ഷണം കുരുക്ഷേത്ര യുദ്ധകാലത്തിലെ സൈന്യ നിരീക്ഷണം എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇനി 27 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് അർജുനന്റെ വിലാപമാണ് അല്ലെങ്കിൽ അർജുനന്റെ വിഷാദമാണ്. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് ശ്രീ ശങ്കരാചാര്യർ കൊടുത്തിരിക്കുന്നത്. അതാണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്, എല്ലാവരും കൂടുതൽ സ്വീകരിച്ചിരിക്കുന്നതും. അപ്പൊ നമ്മൾ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ ആ ഒരു അർജുന വിഷാദ യോഗ എന്നുള്ള ഒരു പേര് പറയുന്നതും. അപ്പൊ അവിടെ 27 മുതൽ 46 വരെ അർജുനന്റെ വിഷാദത്തെ കുറിച്ചും പറയുന്നു. ഇവിടെ ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. വിവർത്തനം പറയാം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഹേ സഞ്ജയ, പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധോത്സുകരായി ഒന്നിച്ചുകൂടിയ എന്റെ മക്കളും പാണ്ഡുപുത്രരും എന്തു ചെയ്തു എന്ന് ധൃതരാഷ്ട്രർ ഇവിടെ ചോദിക്കുകയാണ് അല്ലെ. ഹരികൃഷ്ണ, ഒരു മാതാജി ഒരേ ഒരു വട്ടം ഒന്ന് ശ്ലോകം ചൊല്ലാമോ?
ഹരേ കൃഷ്ണ മാതാജി ചെല്ലട്ടെ. ഹരേ കൃഷ്ണ. ശ്രീകുരു മാതാജി ഹരേ കൃഷ്ണ. ധൃതരാഷ്ട്രോവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമക പാണ്ഡവച്ചൈവ കിമകുർവത സഞ്ജയ. ഹരേ കൃഷ്ണ മാതാജി. ഗുരു മാതാജി താങ്ക് യു. 1 മുതൽ ഇവിടെ 1ാമത്തെ ശ്ലോകം ഇപ്പൊ ഇവിടെ ധൃതരാഷ്ട്രർ സംസാരിക്കുന്നു. അപ്പൊ എന്താണ് എന്റെ മക്കൾ ചെയ്യുന്നത്? എന്റെ മക്കൾ മാത്രമല്ല, മാമക പാണ്ഡവ അല്ലെ, പാണ്ഡുവിന്റെ മക്കളും എന്റെ മക്കളും. അവിടെ നമ്മള് എന്റെ അല്ലെ, അഹം മമേതി എന്നുള്ള ഒരു ചിന്ത അവിടെ ധൃതരാഷ്ട്രർക്ക് വരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കാം ധൃതരാഷ്ട്ര എന്ന പേരിന്റെ അർത്ഥം തന്നെ ധൃത എന്ന് പറഞ്ഞാല് പിടിച്ചു വയ്ക്കുക എന്നാണ്. രാഷ്ട്രത്തെ പിടിച്ചു വയ്ക്കുക, ആ ഒരു പേരാണ് അവിടെ പറയുന്നത്. ധൃത രാഷ്ട്ര, ഈ ഒരു രാജ്യം ഹസ്തിനപുര രാജ്യത്തെ മുഴുവനായിട്ട് അദ്ദേഹം പിടിച്ചടക്കി വെച്ചിരിക്കുകയാണ് അല്ലെ. പിന്നീട് ദൂത് പോകുന്നത് ഒക്കെ അറിയാം അല്ലെ. അതും ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമുക്ക് മഹാഭാരതത്തിലുണ്ട്. അപ്പോൾ എല്ലാ ഉപകഥകളും നമ്മൾ പറഞ്ഞു പോയില്ല. ഇതുപോലെ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാം. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പൊ ഭഗവാൻ ദൂത് പോകുന്നതും ഭഗവാനെ അവിടെ പിടിച്ചു കെട്ടുന്നതും ആ സമയത്ത് ഭഗവാൻ തന്റെ വിരാട് രൂപം കാണിക്കുന്നതും ഒക്കെയും നമുക്കറിയാം അല്ലെ. ആ ദുര്യോധനൻ ആ ഒരു വിരാട് രൂപം കാണിക്കുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ട്രിപ്ലിക്കേനി എന്നാണ് ആ സ്ഥലത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ട്രിപ്ലിക്കേനി, ആ സ്ഥലത്ത് ഭഗവാന്റെ പാർത്ഥസാരഥി രൂപത്തിൽ ഒരു പ്രതിമ എന്ന് പറയാൻ പറ്റില്ല, ഭഗവാന്റെ വിഗ്രഹം, ഭഗവാന്റെ മൂർത്തിയുണ്ട്. ആ മൂർത്തിയിൽ ഭഗവാന് മീശയുണ്ട് അത്ര. അത് ഈ ഒരു വിരാട് രൂപം പ്രദർശിപ്പിച്ച സമയത്തുള്ളതാണെന്നാണ് പറയുന്നത്. അപൂർവമായിട്ടുള്ളൊരു വിഗ്രഹമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഭഗവാൻ ദൂത് പോയ സമയത്ത് അവിടെ ദൂതിന് ചെല്ലുന്ന സമയത്ത് ദുര്യോധനൻ ഭഗവാനെ പിടിച്ചു കെട്ടുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഭഗവാൻ വിരാട് രൂപം കാണിക്കുന്നു. അപ്പൊ ചിലരൊക്കെ പറയും ദുര്യോധനൻ വിരാട് രൂപം കണ്ടിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്, അത് എപ്പോഴാണ് എന്നൊക്കെ ചിലരൊക്കെ സംശയം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു സമയത്തെ മൂർത്തി നമുക്ക് ചെന്നൈയില് ട്രിപ്ലിക്കേനി ക്ഷേത്രത്തിൽ പോയാൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് 1ാമത്തെ അധ്യായത്തില് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ധൃതരാഷ്ട്രർ ഇത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹം നമുക്കറിയാം മെറ്റീരിയലി എന്താണ്, ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അന്ധനായിട്ടാണ് ജനിച്ചത് അല്ലെ. അംബിക കണ്ണടച്ചു എന്നാണ് പറയുന്നത്. വ്യാസദേവൻ വന്ന സമയത്ത് അവർ കണ്ണടച്ചു, അതുകൊണ്ട് അവരുടെ പുത്രൻ ബ്ലൈൻഡ് ആയിപ്പോയി, അന്ധനായിപ്പോയി. അപ്പോ ഈ ഒരു അന്ധത്വം അദ്ദേഹം കാണിച്ചത് ഭൗതികമായിട്ടും അതുപോലെ അദ്ദേഹം സ്പിരിച്വലായിട്ട് ആധ്യാത്മികമായിട്ടും അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു, അദ്ദേഹം അന്ധനായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ. ഇനി ഈ ഒരു കാര്യത്തില് അഹം മമേതി, ഞാൻ എന്റേത് എന്നുള്ളൊരു ഭാവം, എനിക്കും എന്റെ മക്കൾക്കും മാത്രം അവകാശപ്പെട്ടത് എന്നുള്ള ഒരു ഭാവം ഇവിടെ ധൃതരാഷ്ട്രർ കാണിക്കുന്നുണ്ട്. ഈ ഒരു ഭാവം ഭക്തന്മാർക്ക് പാടില്ല എന്നുള്ളത് നമ്മൾ 1ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്തില് അത്രയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി ഭാവാർത്ഥം വായിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരോ ശ്ലോകങ്ങളായിട്ട് എടുത്തു പോകേണ്ടി വരും. 1ാമത്തെ ശ്ലോകത്തിൽ എനിക്ക് തോന്നുന്നു ധർമ്മക്ഷേത്രം അതേക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ആധ്യാത്മിക ക്രിയകൾ ചെയ്യുന്ന സ്ഥലം എന്നുള്ളത് വെച്ചിട്ട് ധർമ്മക്ഷേത്രം എന്ന വാക്ക് ഇവിടെ സാരവത്താണ് എന്ന് നമുക്ക് ഭാവാർത്ഥത്തിലെ ശിലപ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സഞ്ജയന് ഈ ഒരു കമന്ററി പറഞ്ഞു കൊടുക്കാനായിട്ട് എങ്ങനെയാണ് ഒരു അനുഗ്രഹം കിട്ടിയത് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. വ്യാസദേവന്റെ ശിഷ്യനായിരുന്നു സഞ്ജയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗുരുവിന്റെ പ്രസാദത്താൽ, ഗുരുവിന്റെ പ്രസാദത്താലാണ് ഇങ്ങനെ അവിടെ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളതും ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ ലാസ്റ്റ് പാരഗ്രാഫില് ധർമ്മപിതാവായ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ധർമ്മഭൂമിയായ കുരുക്ഷേത്രത്തിൽ വെച്ച് വിളനിലത്തിലെ കളകളെ എന്ന പോലെ ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദികളെ പൂർണ്ണമായും നശിപ്പിക്കുക അല്ലെ, നശിപ്പിക്കുമെന്നും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിലുള്ള ധാർമ്മികരെ ഭഗവാൻ നാട് വാഴിക്കുമെന്നും ഇതിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ്. അപ്പോ വളരെയധികം പ്രാധാന്യമുള്ള കുരുക്ഷേത്രത്തിൽ വെച്ചാണ് ഈ യുദ്ധം നടന്നത്. യഥാർത്ഥത്തില് അദ്ദേഹത്തിന് ധൃതരാഷ്ട്രർക്ക് യുദ്ധം നടക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഈ ധർമ്മക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാല് ധാർമ്മികരായിട്ടുള്ള പാണ്ഡുപുത്രന്മാർ ധർമ്മത്തിനനുസരിച്ച് അവർക്ക് എല്ലാവരെയും കാണുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട്, അയ്യോ എനിക്ക് ഈ ബന്ധുമിത്രാദികളോടൊന്നും യുദ്ധം ചെയ്യാൻ വയ്യ,
ഞങ്ങൾക്ക് ഈ രാജ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ രാജ്യം ഉപേക്ഷിച്ച് വീണ്ടും അവർ വനത്തിലേക്ക് പോകും എന്നുള്ള ഒരു ഫാൾസ് ഹോപ്പ്, അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ പ്രതീക്ഷ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രതീക്ഷയ്ക്ക്, ധൃതരാഷ്ട്രയുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെയാണ് അർജുനൻ അവിടെ പെരുമാറുന്നത്. പക്ഷേ ആ പെരുമാറ്റത്തിന് ഭഗവാൻ വിട്ടുകൊടുക്കുന്നില്ല. ഭഗവാൻ എന്ത് ചെയ്യാണ്, അവിടെ ഗീത ഉപദേശിക്കുന്നതാണ് അല്ലെ. അതാണ് നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, സഞ്ജയ് ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. വർത്തനം ബൈ ശ്രീല പ്രഭുപാദ്, പ്രഭുപാദ് കി ജയ്. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, പാണ്ഡുപുത്രന്മാർ സജ്ജമാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ആചാര്യന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആചാര്യന്റെ മുന്നിൽ ചെന്ന് എന്താണ് ഇനി ദുര്യോധനൻ പറയാൻ പോകുന്നത്? പ്രത്യക്ഷത്തിൽ നമുക്ക് ഭഗവത്ഗീതയിൽ ദുര്യോധനൻ ഇല്ലെങ്കിലും പരോക്ഷമായിട്ട് ഇവിടെ ദുര്യോധനൻ പറഞ്ഞ കാര്യങ്ങൾ സഞ്ജയൻ ഇങ്ങോട്ടേക്ക് പറയുന്നുണ്ട് അല്ലെ. 1 മുതൽ 26 വരേക്കും ആ സൈന്യത്തിന്റെ കാര്യങ്ങളിലൊക്കെയും ദുര്യോധനൻ അവിടെ കാര്യങ്ങൾ ശരിക്കും ഈ രണ്ടാമത്തെ ശ്ലോകം മുതൽ 13 വരെ മെയിൻ ആയിട്ടും പറയുന്നത് ദുര്യോധനന്റെ കാര്യങ്ങളാണ്. അപ്പോ അത് കഴിഞ്ഞ് 14 മുതലാണ് പാണ്ഡവരുടെ കാര്യങ്ങൾ, അവർ എങ്ങനെ വിജയത്തെ പ്രാപിക്കും എന്നുള്ളത് പറയുന്നത് 14 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളിലാണ് പറയുന്നത്. പിന്നീട് നോക്കിയാൽ 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞാല് അർജുനൻ ഭഗവാനോട് കാരുണ്യം അപേക്ഷിക്കുകയാണ്, എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട്. ഞാൻ യുദ്ധം ചെയ്യില്ല ഭഗവാനെ എന്ന് പറയുന്നതാണ് 21 മുതൽ 27 വരെ വരുന്നത് ഒന്നാമത്തെ അധ്യായത്തില്. ഇനി 28 മുതൽ 46 വരെ നോക്കിക്കഴിഞ്ഞാല് അർജുനൻ ഓരോരോ കാരണങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്നുള്ളതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നതാണ് 28 മുതൽ നമ്മൾ 46 വരെ ഈ ശ്ലോകങ്ങളിൽ ഇനി കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു ഇതിന്റെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ് കണ്ടത്? മെറ്റീരിയൽ അറ്റാച്ച്മെന്റ്, ഭൗതികമായിട്ട് ഈ രാജ്യം അങ്ങനെ പിടിച്ചു വെക്കുക അല്ലെ, ധൃതരാഷ്ട്രം ആ രാജ്യം പിടിച്ചു വച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠയാണ്. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇവർ വിട്ടുപോകുമോ, രാജ്യം വിട്ട് അവർ പോകുമോ എന്നുള്ള ഒരു പ്രതീക്ഷ വയ്ക്കുകയാണ് അല്ലെ. അപ്പോ ഇതൊക്കെയും അദ്ദേഹത്തെ അന്ധനാക്കി മാറ്റുന്നു, ആത്മീയമായിട്ട് അന്ധനാക്കി മാറ്റിക്കൊണ്ട് തന്റെ കർത്തവ്യം എന്താണോ ആ കർത്തവ്യത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും നമ്മൾ ആ ഒരു രീതിയിൽ ഭക്തന്മാർ അധപതിക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്നത്. അപ്പോ ധർമ്മക്ഷേത്രമാണ്. ധർമ്മക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തായാലും ധർമ്മത്തിന് മാത്രമേ വിജയമുള്ളൂ എന്നുള്ളത് അടുത്ത ഒരു പക്ഷം കൂടി നമുക്ക് നോക്കാൻ പറ്റും അല്ലെ. ധൃതരാഷ്ട്രർ ഇവിടെ ഒരു ഭാഗം വയ്ക്കുന്നു, എനിക്ക് ധർമ്മക്ഷേത്രത്തിൽ വരുമ്പോൾ അവര് വിട്ടുപോകും, അവർ വിരക്തികളാണ് അല്ലെ, വിരക്തമുള്ള വൈരാഗ്യങ്ങളാണ്, അവർക്ക് വൈരാഗ്യമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ആ വൈരാഗ്യത്തോടുകൂടി വിരക്തമായ മനസ്സോടുകൂടി അവർ ഈ യുദ്ധം ചെയ്തിട്ടായാലും അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നേ ആയാലും അവർ ഇവിടെ വിട്ടുപോകും. അപ്പൊ സിംഹാസനം തനിക്കും തന്റെ മക്കൾക്കും തന്നെ പിടിച്ചു വെക്കാം എന്നുള്ള ഒരു ചിന്തയുണ്ട്. പിന്നീട് അദ്ദേഹത്തിനുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ എന്താന്ന് വെച്ചാല് ധർമ്മക്ഷേത്രമാണ്, അപ്പോ ധർമ്മം മാത്രമേ വിജയിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലെ, പാണ്ഡവരും കൗരവരും എന്താണ് ചെയ്യുന്നത് എന്ന്. ഈ രണ്ടാമത്തെ ശ്ലോകം വരുമ്പോൾ ആ ഒരു ദൃഷ്ട്വാത്തു പാണ്ഡവാനീക്കം, ആ ധൃതരാഷ്ട്രയുടെ ഭയത്തെ ഇല്ലാതാക്കുകയാണ്. ഭയത്തെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ അവിടെ സേനാ വ്യൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം പോലെ ആന, തേര്, ആന, പിന്നെ രഥം എന്ന് പറയുമ്പോൾ തേര്, ആന, കുതിര, പിന്നീട് കാലാൾപ്പട, ഇതെല്ലാം ചേർന്നത്. അത് ഒത്തിരി സംഖ്യകളുണ്ട്. ചാരിയോട്ട് എന്ന് പറയുമ്പോൾ രഥം അല്ലെങ്കിൽ തേരെന്ന് പറഞ്ഞാൽ 21,870 തേരുകൾ തന്നെയുണ്ട് അത്ര. കുതിരകളുടെ കാര്യം നോക്കുമ്പോഴും അത്രയും, ആനയുടെ കാര്യം നോക്കുമ്പോഴും അത്രയും തന്നെ 21,870 ആനകൾ ഉണ്ട്. ഇനി അശ്വ പടകൾ നോക്കിക്കഴിഞ്ഞാല് അത് 65,600 പട അത്രയുമുണ്ട്. ഇനി കാലാൾപ്പട നോക്കിക്കഴിഞ്ഞാൽ 1,00,000 മേലെ, 1,09,650, അങ്ങനെയുള്ള കണക്കുകൾ നമുക്ക് ആവശ്യമില്ല. എങ്കിൽ പോലും ഇത്രയും ചേർന്നതാണ് ഒരു അക്ഷൗഹിണി പട എന്ന് പറയുന്നത്. അത്രയും തന്നെ 11 അക്ഷൗഹിണി പട കൗരവർക്കുണ്ട്. മറ്റ് പാണ്ഡവർക്കാണെങ്കിലോ ആകെ
7 അക്ഷൗഹിണിപ്പടയാണുള്ളത്. അപ്പൊ ഈ ഒരു സേനാ വ്യൂഹത്തിന്റെ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ആചാര്യനോട് ഇനി പോയിട്ട് ഇതെല്ലാം പറയാൻ പോവാണ്. അപ്പൊ ഇതൊക്കെ കണ്ട് ഇത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുര്യോധനൻ പറയുന്ന കാര്യങ്ങൾ ധൃതരാഷ്ട്രരോട് പറയുന്ന സമയത്ത് ധൃതരാഷ്ട്രക്കുള്ള ഭയം നീങ്ങും. അപ്പൊ ആ ഭയം നീങ്ങാൻ വേണ്ടിയിട്ട് സഞ്ജയൻ പറയാണ്. പക്ഷെ നമുക്ക് അവസാനമൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിലും ഇടയ്ക്ക് വെച്ചൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും, സഞ്ജയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഗുരുവിനെ സ്വീകരിച്ച ആളാണ്, ഭഗവാനിൽ വിശ്വാസമുള്ള ആളാണ്, ധർമ്മം മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പോ ഒന്നാമത്തെ അടുത്ത ശ്ലോകം, ഈ ശ്ലോകം വായിച്ചില്ലല്ലോ, ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ. രണ്ടാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. സഞ്ജയവാച ദൃഷ്ടാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരിബോൾ. അടുത്ത നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. അശ്വേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദ്രുപദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ ഒന്ന് നോക്കൂ. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആചാര്യൻ ആരാണ്? ആചാര്യനോടാണ് ദ്രോണാചാര്യൻ അല്ലെ? ഹരേ കൃഷ്ണ. ദ്രോണാചാര്യൻ. നമുക്കിവിടെ ദ്രുപദപുത്രൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ മനസ്സിലാവും. അല്ലെങ്കിലും അവരുടെ ദുര്യോധനന്റെ ആചാര്യൻ ആരായിരുന്നു? ദ്രോണാചാര്യനായിരുന്നു അല്ലെ? ഇവിടെ എന്താ പറയുന്നത്? വിപരീതമായിട്ട് നിൽക്കുന്ന അവരുടെ പശ്ചേത്താം നോക്കൂ എന്ന് പറയാണ്. അവരുടെ പാണ്ഡുപുത്രന്മാരുടെ സൈന്യത്തെ നോക്കൂ. ആ സൈന്യത്തെ നോക്കിയിട്ട് ഇനി അവരുടെ സൈന്യത്തിന്റെ ദ്രുപദപുത്രനാൽ, അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള ബുദ്ധിശാലിയായ ദ്രുപദപുത്രനാൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന പാണ്ഡുവിന്റെ മക്കളുടെ പാണ്ഡുവിന്റെ മക്കൾ ഒരുക്കി നിർത്തിയിരിക്കുന്ന സൈന്യവ്യൂഹത്തെ നോക്കൂ എന്ന് ആര് പറയുന്നു? ദുര്യോധനൻ ദ്രോണരോട് പറയുകയാണ്. അപ്പൊ മഹത്തായ പാണ്ഡവ സൈന്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. നാലാമത്തെ ശ്ലോകം. അത്ര ശൂരാ മഹേശ്വാസ. മൂന്നാമത്തെ ശ്ലോകം വായിച്ചായിരുന്നു ആരെങ്കിലും? ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി? മൂന്നാമത്തെ മാതാജി വായിക്കൂ. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമം വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. ഒരു ശ്ലോകം ഒരാൾ വായിക്കണം, വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ. മറ്റുള്ള മാതാജിമാര് അല്ലെങ്കിൽ പ്രഭുക്കന്മാര് വായിക്കണം. ആരെങ്കിലും റിപ്പീറ്റ് ചെയ്തോ എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ അതേക്കുറിച്ച് ഓർത്തത്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വായിക്കാനുള്ളൊരു അവസരം. ആരും വായിക്കാനില്ലെങ്കിൽ റിപ്പീറ്റ് വായിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. റിപ്പീറ്റ് വായിച്ചിരുന്നോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം. ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. പ്രഭുപാദ് കി ജയ്. ഭീമ അർജുനന്മാരോട് കിടനിൽക്കുന്ന യുയുധാനൻ, വിരാടൻ, ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ആ സൈന്യത്തിലുണ്ട്. കൃഷ്ണ. അപ്പോ ഇവിടെ ദുര്യോധനൻ പറയാണ്, ഭീമനോടും അർജുനനോടും പോലും ഏറ്റവും ഉയർന്ന യുദ്ധത്തില് ഏറ്റവും വീരന്മാരായിട്ടുള്ളവരാണ് ഭീമനും അർജുനനും ഒക്കെ അല്ലെ? ഭീമസേനനും അർജുനനും. അവരോടൊക്കെയും കിടനിൽക്കുന്നവരായിട്ടുള്ള യുയുധാനനും അതുപോലെ വിരാടൻ, ദ്രുപദൻ, ഇവരെല്ലാവരും തന്നെ വില്ലാളി വീരന്മാരാണ്. അവരെല്ലാവരും ആ സൈന്യത്തിലുണ്ട് എന്ന് ദ്രോണരോട് പറയാണ്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന, വിപരീതനായിട്ട് നിൽക്കുന്ന സൈന്യത്തെ കുറിച്ച് അങ്ങനെ വിശദീകരിച്ച് അവരെ പൂഴ്ത്തി പറയുന്ന സമയത്ത് തന്റെ സൈന്യത്തിലുള്ളവർക്ക് എന്തായിരിക്കും തോന്നുക? നമ്മള് തീരെ ചെറിയവരാണ് എന്ന് ഒരു അപകർഷതാ ബോധമാണ് ജനിക്കുക അല്ലെ? അതിനുള്ള ഒരു കാര്യമാണ് ഇവിടെ തന്നെ ദുര്യോധനൻ ചെയ്യുന്നത് അല്ലെ? എന്ന് പറയല് വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ? മറ്റുള്ള ഓപ്പോസിറ്റ് അക്കരെ പച്ചാല് അവരുടെ സൈന്യത്തെയാണ് ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കിയിട്ട് ഇനി സ്വന്തം സൈന്യത്തെയും പിന്നീട് അടുത്ത ശ്ലോകങ്ങളിലൊക്കെയും ഇനി വരുന്നുണ്ട്, അതേക്കുറിച്ച്
ദുര്യോധനൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഇത് വായിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം. യുയുധാനൻ എന്ന് പറഞ്ഞ ആരാണ്? യുയുധാനൻ കൃഷ്ണ, യുയുധാനൻ യുയുധാനൻ എന്ന് പറഞ്ഞാല് സാത്യകിയാണ് ഭഗവാന്റെ നാരായണീയ സേനയെ നയിക്കുന്നത്. അപ്പോ അത് നമുക്കറിയാമല്ലോ, ആ ഒരു കഥ എല്ലാവർക്കും അറിയാം അല്ലെ. നാരായണീയ സേനയെ എങ്ങനെ കിട്ടിയെന്നും ഭഗവാൻ എന്തുകൊണ്ടാണ് പാണ്ഡവ പക്ഷത്ത് വന്നതെന്നും ഭഗവാന്റെ സേനയായിട്ടുള്ള നാരായണീയ സേനയെ കൗരവർക്ക് കൊടുത്തത്. അപ്പൊ നാരായണീയ സേനയെ നയിക്കുന്നത് യുയുധാനൻ. അവര് അല്ലല്ലോ, അങ്ങനെ വരില്ലല്ലോ അല്ലെ. യുയുധാനൻ എവിടെയുള്ള പാണ്ഡവരുടെ സൈഡിൽ ഇത് ഇപ്പൊ പറയുന്ന കൗരവസേന പാണ്ഡവസേനയെ കുറിച്ചാണ്. പാണ്ഡവസേനയെ കുറിച്ചാണ്. അപ്പൊ യുയുധാനല്ല, സോറി, ഹരേ കൃഷ്ണ, സോറി, യുയുധാനനല്ല, ആ ഒരു പേരല്ല വരുന്നത്, ഞാൻ പെട്ടെന്ന് തെറ്റിപ്പോയി. സാത്യകിയല്ല, സാത്യകിയുടെയും ഒരു പേര് വരുന്നുണ്ട്. സാത്യകി വരുന്നത് കൗരവപക്ഷത്ത് തന്നെ ആയിരുന്നില്ലേ പ്രഭു? എനിക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോ, സോറി പ്രഭു. കൃഷ്ണ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് പറയാം. മഹാഭാരതം പഠിച്ചിട്ടുള്ളവർക്ക് പറയാൻ പറ്റുമോ? അതെ, എനിക്ക് വലിയ അറിവൊന്നുമില്ല പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി, ഭീമാർജുനന്മാരോട് കിട നിൽക്കുന്ന യുയുധാനൻ എന്നല്ലേ? അപ്പോ അത് കൗരവസേനയല്ലേ? അല്ല, പാണ്ഡവസേന തന്നെയാ. പാണ്ഡവരുടെ സൈന്യത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത് മാതാജി. അവരുടെ സൈന്യത്തിൽ തന്നെ അവരോട് കിടപിടിക്കുന്ന ആളുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കൃഷ്ണ. അപ്പോ നമുക്ക് ഈ ശ്ലോകം ഒന്ന് വായിക്കാമോ? ഹരീഷ്ണ പ്രഭു, പറയൂ പ്രഭു. മാതാജി, സാത്യന്റെ പുത്രനാണ് സാത്യകി. കുരുക്ഷേത്ര യുദ്ധത്തിൽ സാത്യകി പാണ്ഡവപക്ഷത്തെ ഒരു അക്ഷോണിപ്പടയുടെ നായകനായിരുന്നു. വിധാനൻ അപ്പോ സാത്യകന്റെ പുത്രൻ തന്നെയാണ്. കറക്റ്റ് ആണോ അപ്പോ പറഞ്ഞത് പ്രഭു? കറക്റ്റ് ആണ്, എനിക്ക് ക്ലിയർ ആയില്ല പ്രഭു പറഞ്ഞത്. കൃഷ്ണ, യുയുധാന സാത്യകി എന്ന് തന്നെയാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ കുറച്ച് നമുക്ക് നോക്കിയിട്ട് പറയാം. ഹരേ കൃഷ്ണ. പ്രഭു പറഞ്ഞത് സാത്യകിയുടെ പുത്രനാ കാണിക്കുന്നത് മാതാജി. സാത്യകിയുടെ പുത്രൻ നമ്മുടെ ഗൂഗിളിൽ അങ്ങനെയാ കാണിക്കുന്നത്. ഹരേ കൃഷ്ണ. നാരായണീസേന, ഓക്കെ, അങ്ങനെയാണ് ഞാൻ. പക്ഷെ ഇവിടെ പറയുമ്പോൾ ഇത് പാണ്ഡവ സൈന്യത്തെയാണ് പറയുന്നത്. അപ്പൊ അവിടെ യുയുധാനന്റെ പേരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ എത്ര പ്രാവശ്യം, മിനിമം ഒരു 15 പ്രാവശ്യം ഞാൻ ഗീത വായിച്ചു മിനിമം. അപ്പോ എന്റെ കണക്കില് അപ്പൊ എണ്ണാതെ എത്രയും വരെ എണ്ണിയുള്ളൂ. പക്ഷെ എത്ര വായിച്ചാലും നമുക്ക് വീണ്ടും 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 സംശയങ്ങളും ഒക്കെയും വരും. ആരും നമ്മൾ പരിപൂർണരല്ല. ഞാൻ എന്നെ ജസ്റ്റിഫൈ ചെയ്ത് പറയുകയല്ല, പക്ഷെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാം. എപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടേ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും വരുന്ന സമയത്ത് ഇതൊന്ന് ശ്ലോകം വായിക്കൂ ഹരീഷ്ണ. 4-ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കൂ. ശ്രീകൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. ശ്രീകൃഷ്ണ മാതാജി. കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകം പോകാം. 5-ാമത്തെ ശ്ലോകം. ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ. വർത്തനം ശ്രീല പ്രഭാത് കി ജയ. ദൃഷ്ടകേതു, ചേകിതാനൻ, കാശി രാജാവ്, പുരുജിത്, കുന്തിഭോജൻ, ശൈബ്യൻ എന്നീ വീരന്മാരായ യോദ്ധാക്കളും അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോ ഓരോ പേരെടുത്ത് ഓരോ സൈന്യബലത്തെ കുറിച്ച് പറയുകയാണ് ദുര്യോധനൻ. ഇത് നമുക്ക് പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മൾ ഉപകഥയിൽ പോയിട്ട് ഈ ഓരോ രാജാക്കന്മാരും ഏത് രാജവംശത്തിലുള്ളവരാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് പറയണം. നമ്മൾ ഓവർവ്യൂ ആയതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ശ്ലോകം വായിക്കാമോ? 5-ാമത്തെ ശ്ലോകം. ഹരീഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈഭശ്ച നരപുംഗവഃ. ഹരേ കൃഷ്ണ.
കൃഷ്ണ മാതാജി, താങ്ക് യു. അടുത്തത് നമ്മള് 6ാമത്തെ ശ്ലോകം. യുധാ മന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. കൂടാതെ പരാക്രമിയായ യുധാമന്യു, ബലവാനായ ഉത്തമ ഉജസ്, സുഭദ്രാപുത്രൻ, ദ്രൗപദിയുടെ മക്കൾ എന്നിവരും യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇവരെല്ലാവരും മഹാരഥന്മാർ തന്നെ. ഹരേ കൃഷ്ണ. അപ്പോ ഇതില് പേരുകൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രൗപദിയുടെ മക്കളുണ്ട്, സുഭദ്രാപുത്രനുണ്ട്, അല്ലെ, യുദ്ധാമന്യു, ബലവാനായ ഉത്തമ ഉജസ്. അങ്ങനെ സൈന്യത്തിന്റെ ബലത്തെ കുറിച്ച് ദുര്യോധനൻ ദ്രോണാചാര്യനോട് പറയാണ്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കാമോ? ഹരേ കൃഷ്ണ മാതാജി. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ. മാതാജി. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം 7. അസ്മാകം തു വിശിഷ്ടായേ താന്യബോധാദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സപ്ജ്ഞാത്തം താൻ ബ്രവീമി തേ. അസ്മാകം തു വിശിഷ്ടായേ താന്യബോധാദ്വിജോത്തമാ നായകാ മമ സൈന്യസ്യ സപ്ജ്ഞാത്തം താൻ ബ്രവീമി തേ. പ്രഭാത് കി ജയ്. ബ്രാഹ്മണോത്തമ, എന്റെ സൈന്യത്തെ നയിക്കുന്നതിന് യോഗ്യതയുള്ള പടനായകന്മാരെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ 6 വരെയുള്ള ശ്ലോകങ്ങളില് ഇവിടെ പാണ്ഡവരുടെ സൈന്യത്തെ കുറിച്ച് അദ്ദേഹം വിശദമാക്കി. പക്ഷെ അവരുടെ സൈന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി താൻ ചെയ്യുന്നത് എന്താണ്, എന്റെ സൈന്യത്തിന് അപകർഷതാബോധം ഉണ്ടാകുന്ന തരത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ സൈന്യത്തിന്റെ ബലം മനസ്സിലാക്കിയതിന് ശേഷം തങ്ങളുടെ ബലം അവരാരും നമ്മുടെ ശത്രുവിനെ എന്താണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും, അല്ലെ, നമ്മൾ താഴ്ത്തി കാണാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അതിനു വേണ്ടിയിട്ടോ ആയിരിക്കാം ദുര്യോധനൻ അടുത്തതായിട്ട് തന്റെ സൈന്യത്തിന്റെ മഹിമയെ കുറിച്ച് പറയാൻ പോവാണ്. ഹരേ കൃഷ്ണ. 7ാമത്തെ ശ്ലോകം ഒന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ചൊല്ലട്ടെ. ഹരേ കൃഷ്ണ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. 7ാമത്തെ ശ്ലോകം അല്ലേ മാതാജി ചൊല്ലണ്ടേ? ഹരേ കൃഷ്ണ മാതാജി. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടോ മാതാജി? ആരെ ചൊല്ലിയതിപ്പോ? കൃഷ്ണകുമാരി മാതാജിയാണോ? ഹരേ കൃഷ്ണ മാതാജി. 7ാമത്തെ ചൊല്ലിയല്ലോ മാതാജി. ദൈവമേ. ആര് ചൊല്ലി? അസ്മാകം ഇല്ല, ചൊല്ലിയില്ല. 7ാമത്തെ ചൊല്ലേണ്ടത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധാദിജോത്തമാ നായകാ മമ സൈന്യസ്യ സംജാർത്തം താൻ ബ്രവീമി തേ. കൃഷ്ണ മാതാജി, താങ്ക് യു. ഹരി ബോൾ. അപ്പോ കൃഷ്ണ മാതാജി. കൃഷ്ണ. ഹരി കൃഷ്ണ. സാത്യകിയാണ് യൂധാനോ. അതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, കൃഷ്ണൻ ദൂതിന് പോയ സമയത്ത് സാത്യകി കൂടെ ഉണ്ടായിരുന്നു. നാരായണസേനയുടെ നേതാവായിരുന്നു. പക്ഷെ അന്ന് കൃഷ്ണനെ പിടിച്ചു കെട്ടാൻ പോയത് കാരണം അദ്ദേഹം ഋതു ഓപ്പോസിറ്റിലും 2 സേനാ നേതാക്കളുണ്ട്. ഒന്ന് ഋതുവും ഒന്ന് സാത്യകിയും. ഋതു ഓപ്പോസിറ്റ് സൈഡിലും സാത്യകി പാണ്ഡവ സേനയുടെയിലും പക്ഷത്തിൽ വന്നു. അങ്ങനെ വന്നു. അപ്പൊ യൂധാന പാണ്ഡവപക്ഷത്തിന്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, 6 വരെയുള്ള ശ്ലോകങ്ങളില് പാണ്ഡവരുടെ സൈന്യത്തെ കുറിച്ച് പറഞ്ഞു, യുധാനനും യുധാമന്യും ഒക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ദുര്യോധനൻ മറന്നുപോയ ഒരു വ്യക്തിത്വം ഉണ്ട്. ആരാണ്? വളരെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറയാൻ ദുര്യോധനൻ മറന്നുപോയി പാണ്ഡവരുടെ സൈന്യത്തില്. അതാരായിരുന്നു? ഭഗവാനെ പറ്റി. ഭഗവാനെ പറ്റി. ഭഗവാനെ കുറിച്ച്, ഭഗവാനെ വെറും ഒരു സാരഥിയായിട്ട് മാത്രമാണ് അവിടെ ദുര്യോധനൻ കണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. ഭഗവാൻ ആ സൈന്യത്തിൽ ഉള്ളതായിട്ടോ ഭഗവാന്റെ ആ ഒരു വിഭൂതി എന്താണെന്നോ മനസ്സിലാക്കിയിട്ടില്ല ദുര്യോധനൻ അപ്പോഴും, അല്ലെ. ഇപ്പൊ നാരായണീസേന വേണമെന്ന് പറഞ്ഞത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ ആ ഒരു സൈന്യത്തെ വിശദീകരിച്ചൊക്കെ പറയുന്നതിനൊപ്പം തന്നെ
ഭഗവാനെ അവിടെയും മറന്നുപോയി. എപ്പോഴായാലും നമ്മൾ ഭഗവാനെ മറന്നു കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ധാരാളം ദുരിതങ്ങൾ ഉണ്ടാകും. ദുര്യോധനനും അത് തന്നെയാണ് സംഭവിക്കുന്നത് അല്ലെ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് 8ാമത്തെ ശ്ലോകമാണ്. ഏഴാമത്തെ ശ്ലോകത്തിൽ ഇപ്പോ എന്ത് പറയുന്നു? ദുര്യോധനൻ തന്റെ സൈന്യത്തെ കുറിച്ച്, അസ്മാകം, ഞങ്ങളുടെ സൈന്യം, അതും എന്താണ്? വിശിഷ്ടമാണ്, അതിന് യോഗ്യതയുള്ള പടനായകന്മാരാണ് നമുക്ക് കൗരവ സൈന്യത്തിലുള്ളത്. ഇനി അവരുടെ മഹിമ എന്താണെന്ന് പറയാമെന്നാണ് ദുര്യോധനൻ പറയുന്നത്. 8ാമത്തെ ശ്ലോകം നോക്കാം. അടുത്തത് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സമുദത്തിസ്തഥൈവ ച. വിവർത്തനം ബൈ ശില പ്രഭുപാദ്. പ്രഭാത് കി ജയ്. യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരുമുണ്ട്. ഇവിടെയും പേരുകളാണ്, നമുക്ക് അറിയുന്ന പേരുകളുണ്ട് അല്ലെ. ഭീഷ്മരും കർണനും കൃപനും അശ്വത്ഥാമാവും ഒക്കെയും ഒക്കെയും നമ്മൾ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളാണ്. ഇവരെ എല്ലാവരെയും പറയുന്നുണ്ട്. ഇവരെ എല്ലാവരെയും എല്ലാവരെയും ഒന്ന് ഉയർത്തി ഒന്ന് പറയുമ്പോൾ അവരെല്ലാവരും വളരെയധികം സന്തുഷ്ടി ഉള്ളവരാകും അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ അവരെ ഒന്ന് പ്രചോദിപ്പിക്കാൻ കൂടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഓരോ ആളുകളുടെയും പേരുകൾ പറയുന്നത്. സ്വപക്ഷത്തുള്ള ഭാവാർത്ഥത്തിൽ നമുക്ക് പ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട്. സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെ എല്ലാവരെയും ദുര്യോധനൻ എണ്ണി പറയുന്നുണ്ട്. അപ്പോ ആ വീരന്മാർക്കൊന്നും തന്നെ യുദ്ധത്തെ തോൽവിയില്ലാത്തവരാണ് എന്നുള്ളത്, അതാണ് സദാ വിജയിക്കുന്നവരായിട്ടുള്ള സമിതിം ജയഹ എന്നുള്ളത് അവിടെ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതുപോലെ വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥാമാവ് ദ്രോണന്റെ പുത്രനും നമുക്കറിയാം അല്ലെ. സൗമദത്തി അഥവാ ഭൂരിശ്രവസ ബ്ലാഹിക രാജാവിന്റെ മകനുമാണ്. പിന്നെ അതുപോലെ കർണനെ പറ്റി എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കൃപാചാര്യരുടെ ദ്രോണാചാര്യരെയും അറിയാം അല്ലെ. കൃപാചാര്യന്റെ സഹോദരി ഭർത്താവാണ്, കൃപിയുടെ ഭർത്താവാണ് ദ്രോണാചാര്യർ. അല്ലാതെ നമുക്ക് കഴിഞ്ഞാല് കുരുവംശത്തിന്റെ തന്നെ ആചാര്യനാണ് ദ്രോണാചാര്യർ എന്നുള്ളത് നമുക്കറിയാം. ഹരേ കൃഷ്ണ. 8ാമത്തെ ശ്ലോകം ഒരു വട്ടം ഒന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ഹരേ കൃഷ്ണ. കൃഷ്ണ. താങ്ക് യു സജി. ഹരി ബോൾ. അടുത്ത നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ തിക്ത ജീവിതാ നാനാ ശസ്ത്ര പ്രഹരണ സർവേ യുദ്ധ വിശാരദാ. വിവർത്തനം ബൈ ശില പ്രഭാത്. പ്രഭാത് ടീച്ചർ. എനിക്ക് വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാൻ ഒരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും, നാനാവിധത്തിലുള്ള ആയുധങ്ങൾ കൈവശമുള്ളവരും, സമരമുറകളിൽ സുപരിചിതരുമാണവർ. അപ്പോ ഇവിടെ സ്വജീവിതം അർപ്പിക്കാൻ വന്നവർ എന്ന് പറയുമ്പോൾ നമ്മൾ മാമാങ്കത്തെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചാവേറുകൾ എന്നല്ലേ. ചാവേറുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ജയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പരാജയത്തിന് വേണ്ടിയോ എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ചാവേർ എന്ന് പറഞ്ഞാല് അവർക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുക, മീൻസ് അവരെല്ലാവരും മരിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഉള്ളതുപോലെയാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത്. സ്വജീവിതം അർപ്പിക്കുക, അവർ മരിച്ചാലും ശരി അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ തന്നോടുള്ള ഇഷ്ടം കൊണ്ട്, സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്ന് വേണമെങ്കിലും ഇവിടെ അർത്ഥമാക്കാൻ പറ്റും. ദുര്യോധനൻ എന്തായാലും അവിടെ അവകാശപ്പെടുകയാണ്, ഇവരെല്ലാവരും തന്നെ സമരമുറകളിലെല്ലാം തന്നെ സുപരിചിതരാണ് എന്ന് പറയാണ്. സമരമുറകളിൽ പരിചിതരാവുക എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതാണ് ചക്രവ്യൂഹം അല്ലെ. ചക്രവ്യൂഹം എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വ്യൂഹത്തിന്റെ രൂപത്തില് പല തരത്തിലുള്ള പേരുകളുണ്ട്. സർപ്പവ്യൂഹം അല്ലെങ്കിൽ പക്ഷിയുടെ രൂപത്തിലുള്ള വ്യൂഹം, അങ്ങനെ ഓരോ തരത്തിലും ഓരോ രൂപത്തിലാണ് ഈ സൈന്യം അണിനിരക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഒരു സേന സർപ്പത്തിന്റെ രൂപത്തിലാണ് അവരുടെ സേനയെ വിന്യസിച്ചിരിക്കുന്നതെങ്കിൽ ആ സർപ്പത്തിന് എതിരാളിയായിട്ടുള്ള പക്ഷി അല്ലെങ്കിൽ ഗരുഡനും നാഗങ്ങളും തമ്മിലുള്ള ശത്രുത അറിയാം അല്ലെ. ആ ഒരു തരത്തിലായിരിക്കും അത്രേ ശത്രു സൈന്യം അവരുടെ വ്യൂഹത്തെ അണിനിരത്തുന്നത്. അതുപോലെ തന്നെ ഈ യുദ്ധം നടക്കുന്ന സമയത്തും അവർ ചലിക്കുമ്പോഴും അവർ യുദ്ധം ചെയ്യുമ്പോഴും നമ്മൾ സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ എപ്പിസോഡില് ഏതെങ്കിലും സീരിയലുകളിൽ കാണുന്നത് പോലെയല്ല, അതേ ഒരു ആകൃതിയിൽ തന്നെയായിരിക്കും അവർ യുദ്ധം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്, അവർ ചലിക്കുന്നത്. അപ്പൊ ആ മുറകള് അത്രത്തോളം പരിശീലിച്ചിട്ടാണ് അവർ യുദ്ധത്തിന് വരുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് തോന്നിയതുപോലെ തോന്നിയ ഭാഗത്ത് നിൽക്കുന്നവരെ എല്ലാം വെട്ടിവീഴ്ത്തുക എന്നുള്ളൊരു തരത്തിലല്ല
സൈന്യത്തിനെ അണിനിരത്തുന്നതും ഈ യുദ്ധം നടക്കുന്നതും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ സുപരിചിതരാണ് എന്നുള്ളത് ദുര്യോധനൻ അവകാശപ്പെടുന്നത്. ഈ സമരമുറകളിലെല്ലാം തന്നെ ഏതൊരു തരത്തിലുള്ള വ്യൂഹത്തെ അണിനിരത്തിയാലും അതിലെല്ലാം തന്നെ അവർക്ക് സുപരിചിതമായിട്ട് ആ വ്യൂഹത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ചക്രവ്യൂഹത്തിന്റെ കാര്യം പറയുമ്പോഴും അത് എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്നും അതിൽ അകത്തേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഒക്കെ ഉള്ള കഥ നമുക്കറിയാം അല്ലെ. പുറത്തേക്ക് വരാനുള്ള വഴി മറന്നുപോയി. അപ്പോൾ അത് ആ തരത്തിൽ മാത്രം അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വന്തം ജീവിതം അർപ്പിക്കാനായിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത് എന്നുള്ളത് പറയുന്നു. ഈ ശ്ലോക 9 ഒന്ന് വായിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അന്യേ ച ബഹവഃ ശൂരാ മർത്തേ ദഗ്ധജീവിതാഃ നാനാശാസ്ത്രപ്രകരണ സർവേ യുദ്ധവിശാരദഃ. ഹരേ കൃഷ്ണ. കൃഷ്ണദാജി നാനാ ശാസ്ത്ര അല്ല, ശാസ്ത്രിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം, സയൻസ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം ഒക്കെ പോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ. ശസ്ത്രം എന്ന് പറയുമ്പോൾ ആയുധം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു അക്ഷരം, ഒരു ദീർഘം, ഹ്രസ്വം മാറിയാൽ തന്നെ ആ ഒരു അർത്ഥം മാറിപ്പോകും. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കുക. അതാണ് ഉത്തമം. അല്ലാണ്ട് എങ്ങനെയായാലും നമ്മുടെ ഭക്തിയും ഭാവവും തന്നെയാണ് പ്രധാനമെങ്കിൽ പോലും കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് കഴിയുന്നത് പോലെയല്ല നമുക്ക് പൂർണ്ണമാകാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ നമ്മൾ മയ എന്ന് പറയുമ്പോഴും മായ എന്ന് പറയുമ്പോഴും വ്യത്യാസമുണ്ട്. നമ്മൾ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഈ ശാസ്ത്രം അതുപോലെ മായ എന്നുള്ളിടത്തെല്ലാം ചിലരൊക്കെയും വായിക്കുമ്പോൾ മായ എന്ന് വായിക്കും. പക്ഷെ മായ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം അല്ലെ. വ്യാമോഹത്തിൽ പെടുക അല്ലെങ്കിൽ ഭഗവാന്റെ മായയിൽ പെടുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ മയ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നാൽ എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ ആ രണ്ട് വാക്കുകളുടെയും അർത്ഥത്തിന്റെ വ്യത്യാസം നോക്കൂ അല്ലെ. മയ എന്ന് പറഞ്ഞാൽ മയ അധ്യക്ഷേണ പ്രകൃതി. മെയിനായിട്ട് ഈ ഒരു ശ്ലോകം വായിക്കുമ്പോഴാണ് അവിടെ മായ അധ്യക്ഷേണ പ്രകൃതി എന്ന് പലരും വായിക്കുന്നത്. 9.10 മയ അധ്യക്ഷേണ പ്രകൃതി എന്നാണ് പറയുന്നത്. എന്നാൽ ഞാൻ ഈ പ്രകൃതിയുടെ അധ്യക്ഷനാണ്, എന്നാൽ ഇത് എല്ലാം നിയന്ത്രിക്കപ്പെടുന്നു എന്നാണ് ഭഗവാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലരും വായിക്കുമ്പോൾ മായ അധ്യക്ഷേണ പ്രകൃതി എന്ന് പറഞ്ഞാല് മായയാണ് ആ പ്രകൃതിയുടെ എല്ലാം നിയന്താവ് എന്നുള്ള അർത്ഥം വരും. അപ്പൊ ആ ഫുൾ സെന്റൻസേ റോങ് ആയിപ്പോ. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഹ്രസ്വം തീർക്കും എല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാണ്. മാതാജി വിഷമമൊന്നും തോന്നരുത്. ഹരികൃഷ്ണ. അടുത്തത് നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. പര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമീതേഷാം ബലം ഭീമാഭിരക്ഷിതം. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. അളവറ്റതാണ് നമ്മുടെ സൈന്യബലം. പിതാമഹനായ ഭീഷ്മരാൽ സുരക്ഷിതവുമാണത്. എന്നാൽ ഭീമൻ രക്ഷിച്ചു പോരുന്ന പാണ്ഡവ സൈന്യമാകട്ടെ വളരെ പരിമിതവും. ഹരേ കൃഷ്ണ. ഇവിടെ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താന്ന് വെച്ചാൽ അവിടെ വളരെ പ്രാസം ഒപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാ അല്ലെ. 2 ലൈനും നോക്കിക്കഴിഞ്ഞാല് അപര്യാപ്തം, പര്യാപ്തം, ബലം, ഭീഷ്മ, ഭീമ, അഭിരക്ഷിതം അല്ലെ. ആദ്യത്തെ ശ്ലോകത്തിന്റെ 2ാമത്തെ ലൈനിൽ പറയുമ്പോഴത്തേക്കും ബലം ഭീഷ്മ അഭിരക്ഷിതം എന്നാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചില്ലെങ്കിൽ അടുത്തതിൽ ഭീമ അഭിരക്ഷിതം എന്നാണ് രണ്ടും അല്ലെ. 2 വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഒരു ഷായുടെ വ്യത്യാസം വരുന്നുള്ളൂ അല്ലെ. ഇവിടെ ഭീഷ്മരാൽ അഭിരക്ഷിക്കപ്പെട്ട എന്റെ സൈന്യം അതെന്താണ്? അപര്യാപ്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ലൈൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭീമനാൽ അഭിരക്ഷിക്കപ്പെടുന്ന സൈന്യാധിപന്മാരുടെ പേരാണ്. പാണ്ഡവ സൈന്യത്തില് ഉള്ള ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഉന്നതനായിട്ടുള്ള യോദ്ധാവായ ഭീമസേനനെ പറയാണ് ഭീമനാൽ അഭിരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ആ സൈന്യം എന്ന് പറയുന്നത് പര്യാപ്തമാണ്. ഇവിടെ ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ തമ്മിൽ കുറച്ചൊരു എന്താ പറയാ വിരുദ്ധ അർത്ഥങ്ങൾ വരുന്നുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മള് പര്യാപ്തം എന്ന് പറഞ്ഞാല് സ്വയം പര്യാപ്തി നേടുക എന്നുള്ള അർത്ഥത്തില് പര്യാപ്തം എന്ന് വെച്ചാല് ഇനഫ്, ധാരാളം എന്നുള്ള ഒരു അർത്ഥമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്
പര്യാപ്തം എന്നുള്ളതിന് ദുര്യോധനൻ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞതാണ്. നമ്മൾ പറഞ്ഞു 7 അക്ഷൗഹിണിയേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അത് വളരെ കുറഞ്ഞതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപര്യാപ്തം എന്ന് പറയുമ്പോൾ ധാരാളമായിട്ട് എന്റെ സൈന്യബലം അധികമാണ് എന്നാണ് അവിടെ ദുര്യോധനൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ വ്യാഖ്യാനം നമുക്ക് ഗുരുക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത് ഇവിടെ ദുര്യോധനൻ തന്നെ പറയുന്നത് വ്യംഗ്യമായിട്ട് അർത്ഥം വരുന്നത് എന്താണ്? ഭീഷ്മനാൽ അഭിരക്ഷിക്കപ്പെട്ടുള്ള ഈ സൈന്യം അപര്യാപ്തമാണ്, വിജയത്തിന് പര്യാപ്തമല്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഈ സൈന്യബലം എന്ന് പറയുന്നത് പര്യാപ്തം, ധാരാളമാണ് എന്നുള്ളത് ദുര്യോധനനാൽ തന്നെ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. 7:4 ഹരേ കൃഷ്ണ. നമുക്ക് ഇവിടെ നിർത്താം. ഈ ഒരു ശ്ലോകം കൂടി വായിക്കാൻ ഞാൻ സമയം പറഞ്ഞില്ല. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, ഭീമന്റെ സൈന്യം പരിമിതമെന്നില്ലേ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? പരിമിതം ഞാൻ പറഞ്ഞു, പരിമിതമാണ്. രണ്ടിന്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ മാതാജി.